വൈദ്യരെ, നടുവിന് നല്ല വേദനയുണ്ട് വൈദ്യരെ. ഷാജി, ഓ, സുഷുമ്നയുടെ 14ാമത്തെ കശേരുവിലാണ് ക്ഷതം. അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് കൈയും കാലും ഒന്നും പൊങ്ങിയല്ല. ഇനി കുറെ കാലത്തേക്ക് വടംവലി പോയിട്ട് ഡ്രൈവിംഗ് ചെയ്യാൻ പോലും പറ്റുകയില്ല. ഒരു ഹോൺ അടിക്കാനെങ്കിലും പറ്റുമോ വൈദ്യരെ? എവിടെ ഒരു തിരിയിട്ട് ആ ഉമ്മറത്ത് വിളക്കായി കത്തിച്ചു വെക്കാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. എങ്ങോട്ട്? അങ്ങോട്ട് പുറത്തേക്ക്. അപ്പൊ ഗുഡ് നൈറ്റ്. വൈദ്യര് അപ്പുറത്ത് തന്നെയൊക്കെ ഉണ്ട് ട്ടാ. ഷാജിയേട്ടാ, ഇതോടനെ തന്നെ ശരിയാകൂടി. ഷാജിയേട്ടാ, പൊടിയൊരു കഞ്ഞി ആയോടി. ഇതെന്നാ ബാഗിലാണോ കഞ്ഞി? ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. ഇതിപ്പോ 3 മാസമായില്ലേ, എനിക്ക് ഒരു പ്രതീക്ഷയില്ല. ഞാൻ പോവാ. വൈദ്യര് പറഞ്ഞ താൽക്കാലികമൊന്നല്ലോടി, നീ ഇതെങ്ങോട്ട് പോവാ? പൊന്നപ്പൻ ചേട്ടനെ എന്നെ ശപിക്കരുത്. പൊന്നപ്പൻ ചേട്ടൻ എന്നെ പൊന്നു പോലെ നോക്കും. വണ്ടി ഞങ്ങൾ എടുക്കുക. വാ പൊന്നപ്പൻ ചേട്ടാ, ഇങ്ങോട്ട് വാ. എന്നെ തുടരുത്. എന്നും ഈ കിടപ്പ് കിടക്കണേ ഈശ്വര. എന്റെ വണ്ടി ഓടിക്കാൻ വന്നിട്ട് എന്റെ ഭാര്യയെ വളച്ചുകൊണ്ട് പോവാനുള്ള തെണ്ടി, അതും എന്റെ വണ്ടിക്ക് തന്നെ. അരുതരുതായിരുന്നു. നിനക്ക് ഈ കാട്ടുവാക്കാനല്ലാതെ വേറെ ആരും കിട്ടിയില്ലോടി. വണ്ടിയുടെ ബോഡി നന്നായിട്ട് കാര്യമില്ലല്ലോ മുതലാളി, എഞ്ചിനിലല്ലേ കാര്യം. ഈ അവഹിതം എന്ന് പറയുന്നത് ഉണക്കമീൻ പോലെയാടി. നാട് മൊത്തം നാറിയാലും നമുക്ക് നല്ല രുചിയായിരിക്കും. എന്നാലും രുചിയുണ്ടല്ലോ ഷാജിയേട്ടാ. ഞങ്ങൾക്ക് ഉണ്ടാവുന്ന കൊച്ചിന്റെ പേര് ഷാജിയേട്ടൻ എന്നടാ. രാത്രിക്ക് മുമ്പ് ചുര ഇറങ്ങണം. അപ്പം ഹാപ്പി ജേണി മുതലാളി. നിന്റെ വണ്ടി ഇടിക്കൂടാ. വാടി. പോട്ടെ. മാതിയടി വാടി. വരുന്നു പൊന്നെ. പൊന്നോ മേരിയെ, എടി പോലടി മേരി. ഷാജിയേട്ടാ, എനിക്കറിയായിരുന്നു മോളെ, നിനക്ക് അങ്ങനെ എന്നെ ഇട്ടേച്ച് പോവാൻ പറ്റുകയില്ലെന്ന്. അവൻ വെറും ഊളനാടി. നെഞ്ചുവേനും പനിയൊന്നുമില്ല, നല്ല നടുവേനുണ്ട്. അല്ല, ചരിഞ്ഞ കൊമ്പന് എന്തിനാ ഷാജിയേട്ടാ നെറ്റിപ്പെട്ട അല്ലേ? കഞ്ഞി എടുത്തു വെച്ചിട്ടുണ്ട്, കുടിക്കാൻ മറക്കല്ലേ കേട്ടോ. പോട്ടെ. എന്റെ മാല, എന്റെ വണ്ടി, എന്റെ പഞ്ചസാർട്ട്, ഇനി ഈ കിടക്കണ അഡ്രോറ് കൂടി എടുത്തിട്ട് പോടാ. അയ്യോ, അത് പോയി. ഇത് ചേട്ടന്റെ കൂടെ പഠിച്ചാന്നോ? അല്ല. ചേട്ടാ, ഈ സീൻ ഒന്നിട്ട് ഇറക്കാക്കി തരുമോ? തിരക്കടുപ്പം കൂട്ടി തരുമെന്നു. ആ കടുപ്പൊന്ന് കൂട്ടിക്കൂടെ. കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയതെങ്കിലും ഉണ്ടോ അവിടെ? ഷാജേട്ടൻ അങ്ങോട്ട് പോയി. പഴംപൊരി കഴിച്ചില്ലായിരുന്നല്ലോ. തിരിയന്നൂറ് ചാള 80 കൊഴുവ 120. തിരിയന്നൂറ് ചാള 80 കൊഴുവ 120. തിരിയന്നൂറ് ചാള 80 കൊഴുവ 120. എന്തെടുക്കണ്ടേ ഏട്ടാ? തിരിയാൻ എടുക്കട്ടെ. മോഹഭംഗ മനസ്സിലെ ശാപപങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമായി അകലുമാത്മമനോഹരി. ചോണടി നിനക്ക്. ഈ പിള്ളേരൊക്കെ ഏതാ?
വടക്ക് രണ്ടും എൻ്റെ, തെക്ക് രണ്ടും പൊന്നപ്പൻ്റെ. അവനെന്തി? എൻ്റെ നടുവൊന്ന് വെട്ടിയായിരുന്നു. പൊന്നപ്പൻ എന്നെ ഇട്ടിട്ട് പോയി. അത് നന്നായി. നേരി കർത്താവിൻ്റെ അമ്മയുടെ പേരുമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് യൂദാസിൻ്റെ അമ്മയുടെ പണിയാണ് നീ എന്നോട് കാണിച്ചത്. എന്നായാലും ഇങ്ങനെ നല്ലൊരു നിലയിലായാലും എനിക്ക് സന്തോഷമുണ്ട്. ഹരി, ഷാജിയേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ? പോരുന്നോ എൻ്റെ കൂടെ? അടുത്ത ജംഗ്ഷന് വിടാം, അവിടെ ആകുമ്പോൾ കുറച്ചുകൂടി കച്ചവടം കിട്ടും. അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട, ഇത് തന്നെയാ കറക്റ്റ് സ്ഥലം. ഓ, വയറ് ഇറങ്ങടാ പോയി. ഷാജിയേട്ടാ, അവനെ തീർത്ത് കളയട്ടെ നേരം. ഓ, വിടറാ പോയി. അവനേതോ വേട്ടാവളിയാണ്. വണ്ടി കയറാം മക്കളെ. അത് ഞാൻ പിടിച്ചോളാം. പന്നിമറ്റത്ത് വർക്കിപ്പാപ്പന്റെ ഭാര്യ എല്ലാം ഇങ്ങടെ ഇറങ്ങി വാടി. നാട്ടുകാർക്ക് വരാ കേട്ടോ. എന്നതാടാ കിടന്ന് വിളിച്ചു പോകുന്നത്? ഊകന്തള്ളേ, അന്ന് നല്ലൊരു കാര്യത്തിന് ഞാൻ ആധാരം മടയാൻ വെക്കാൻ ചോദിച്ചപ്പോ നിങ്ങൾ എന്നതാ പറഞ്ഞേ? തരാൻ പറ്റുകയില്ലെന്ന്. പിന്നെ എന്റെ നെഞ്ചത്തൊരു ചവിട്ടും ഇല്ലയോ? അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്തെന്നറിയാം. എന്നാ ചെയ്ത്? എടാ മക്കളെ പറഞ്ഞു വിടറാ. ഷാജിയേട്ടൻ അമ്മച്ചിയുടെ ആധാരം മോഷിച്ചായിരുന്നു. എന്നതാ? ഞാൻ അമ്മച്ചിയുടെ ആധാരം മോഷ്ടിച്ചായിരുന്നു. അന്ന് നിങ്ങൾ എന്നതല്ലേ പറഞ്ഞ്? ഞാനൊരു പടുവാഴാന്നല്ലയോ? ഈ പടുവാഴ എന്നെ കൊണ്ടുവന്നേക്കെന്നറിയാമോ? എന്നതാ? 50 പവന്റെ സ്വർണ്ണ കപ്പ. 50 പവന്റെ കപ്പയാ? 50 പവന്റെ കപ്പയല്ല, 50 പവന്റെ സ്വർണ്ണ കപ്പ്. എടാ ക്ലീനസേ, അത് കാണിച്ചു വിടറാ. തള്ളട്ടെ. ആദ്യമായിട്ട് സ്വർണ്ണ കപ്പ് കാണുന്നത് തന്നെയാ. മുടി വെച്ചോ. പോയി കപ്പ എവിടെ? കപ്പ എവിടെ? കപ്പ എവിടെ? എന്റെ ഭാര്യ ഇട്ടിട്ട് പോയിട്ട് എത്ര വർഷമായടാ? 2 വർഷം. അവിടെ പോയി എന്റെ അമ്മച്ചീനെ ഐസിയിലേക്ക് കൊണ്ടുവന്നേക്കുവാ, അല്ലാതെ ആദ്യ കുർബാനയ്ക്ക് കൊണ്ടുവന്നേക്കും അല്ല. ഈ പടം വരച്ചതാരാന്നറിയത്തില്ലല്ലോ. ആരായിരിക്കും? ക്ലീറ്റസ് കുഞ്ഞ്, ഒന്ന് ആലോചിച്ച് നോക്കടാ മോനെ. നീ അത് ആർക്കടാ ഓർമ്മയില്ലാതെ എടുത്തു കൊടുത്തത്? ഞാൻ എന്നാ പറഞ്ഞാലും മനസ്സിലാവില്ലേ? ഞാൻ ആ വണ്ടിയിൽ ഉണ്ടായല്ലോ പാപ്പ. അല്ലാതെ സത്യം പറ ക്ലീറ്റസേ, നീ അത് എവിടെ കൊണ്ടുപോയി വിറ്റു? നമ്മൾ ഇടിക്കാൻ വേണ്ടി വന്ന വണ്ടിക്കാരൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോടാ? ഏതാ വണ്ടിക്കാരൻ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതെ, മറിയാമ്മയുടെ ആരാ ഉള്ളേ? ഞാൻ എന്നാ കാണണമെന്നുള്ളവർ വന്ന് കണ്ടോളൂ കേട്ടോ. ഞാൻ എങ്ങനെയാണോ ആ തള്ളനെ പോയി കാണുന്നത്? പാപ്പ, അമ്മച്ചിക്ക് അത്ര ആസ്വദിച്ചിട്ടെന്ന് വിചാരിച്ചാൽ മതി. ചെല്ല്, പാപ്പ ചെന്ന് കാണും. അമ്മച്ചിയുടെ ആത്മാവ് എന്നും ഷാജിയേട്ടൻ്റെ ഒപ്പം ഉണ്ടാവും. ഷാജിയേട്ടനൊന്നും അറിയണ്ട, പന്തലൊക്കെ ഞാൻ അറിയിച്ചതോളാം. നിങ്ങൾക്കൊക്കെ എത്ര ചായ ഇട്ട് തന്നിട്ടാടാ പോയില്ലോടി? നിനക്ക് പ്രശ്നമില്ലേ? കരയാന്നേ. അതല്ലടാ, പന്തലിന്റെ കാശ്. ദൈവമേ. എടാ, റീത്ത് വേണ്ട, അത് ഔട്ട് ഓഫ് ഫാഷനാ. വേറെന്തല്ലേ? ബാൻസെറ്റാ? ഓക്കെ, ഒരു ആംബുലൻസ് പറയണം, വിളിച്ചു പറഞ്ഞു. പിന്നെ സച്ചിനൊന്ന് വിവരം അറിയിക്കണം. അത് മതി. ഞങ്ങൾ തമ്മിൽ
പിണങ്ങുമായിരുന്നെങ്കിലും എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പോകാൻ നേരത്ത് എല്ലാം പറഞ്ഞായിരുന്നോ? എങ്ങോട്ട് പോവാൻ? ബോധം വീണപ്പോഴേക്കും ഏതോ അലവലാതി ഷാജിയെ കാണണ്ടാന്നും പറഞ്ഞ് പിണങ്ങി കിടക്കുക. പക്ഷേ ഞങ്ങൾക്ക് അറിയിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പിണങ്ങി കിടക്കുന്നു. എടി ചത്തില്ലായിരുന്നു നീ? കോപ്പ്. അത് ശരി, ചത്തില്ലായിരുന്നോ? അമ്മച്ചി എന്ന് പറയുന്നു പാപ്പ. വല്ല അന്ത്യാഭിലാഷം വല്ല ഒന്നുകൂടി എന്നാ അമ്മച്ചി? അത് ശരി, ഇത് തെറി പറയാതിരിക്കാൻ അമ്മച്ചേക്കുമായിരുന്നു. ഷാജേട്ടാ, അതെ എന്നാടാവേ? അമ്മച്ചിയുടെ ബോഡി കൊണ്ടുപോകാനായിട്ട് AC ആംബുലൻസ് തന്നെ വന്നിട്ടുണ്ട്. ബോഡി എടുത്താലോ? നീ തന്നെ എടുത്തോ. ഷാജേട്ടൻ പുറകെ പിടിച്ചാൽ ഞാൻ പിടിക്കാം. അവന്റെ ബോഡി ഇപ്പൊ എടുക്കും. പാവം. അയ്യോ